ഇത് നമുക്കൊരു സ്നാക്ക് റെസിപ്പി ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇത് ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കൻ, പിന്നെ മയോനൈസ്, ചീസ്, പിന്നെ സവോള, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഈ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അതിന്റെ ഉള്ളിൽ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫില്ലിങ് ആയിരുന്നാലും നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല, ഒരു 3-4 ദിവസം വരെ കേട് വരാണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടൊരു ഷീറ്റ് ഉണ്ടാക്കും. ആ ഷീറ്റ് ആയിരുന്നാലും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ രണ്ടും നേരത്തെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതൊരു 500 ഗ്രാം ഉണ്ടാവും ഗോതമ്പ് പൊടി. പക്ഷെ എടുക്കുമ്പോൾ അതിന് ഇത്രയ്ക്കാണ് കറക്റ്റ് അളവ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് എടുത്താൽ മതി. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചിട്ട് എടുക്കണം. അപ്പൊ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴച്ചിട്ട് എടുക്കുന്നത്. എന്നിട്ട് നല്ല കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് എടുക്കും. അത് നമുക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പൊ ഇതാണ്ട് നീക്കി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കും. ചിക്കൻ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കും, ആവശ്യത്തിന് ഉപ്പും ചേർക്കും, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കും. ഈ സോയാ സോസ് ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ സോയാ സോസ് കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് സോയാ സോസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കും. അപ്പോൾ ഇതാണ്ട് നീക്കി വെക്കും. എന്നിട്ട് ചിക്കൻ വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് ഞാനിവിടെ ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം അളവിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത്രയ്ക്ക് ചീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ചീസായിരുന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ പല ചീസായിരിക്കുമല്ലോ കിട്ടുക. പിന്നെ ഞാനിവിടെ ഇതേപോലെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊരു ഉരുളൻകിഴങ്ങിൻ്റെ പകുതിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഉരുളൻകിഴങ്ങ് വേണ്ട, കാരണം നമുക്ക് ചിക്കൻ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വെന്ത ഉരുളൻകിഴങ്ങായിരിക്കണം, കാരണം നമ്മൾ ആ ചിക്കൻ്റെ കൂടെ ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കുക. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും ചേർക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പച്ചമുളക് നമ്മൾ അധികം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്യണ സമയത്ത് ഫസ്റ്റ് നമ്മൾ കുറച്ച് കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുക്കും. എന്നിട്ടാണ് ഈ ഫില്ലിങ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും വേണം, ബ്രെഡ് ക്രംസും വേണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മയോനൈസും വേണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഈ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. അപ്പം ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മൈദപ്പൊടിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയിലും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉപ്പ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അത് ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഓയിലും കൂട്ടിയിട്ട് ചേർക്കണം, അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ട് എടുക്കുക. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇത് മൂടി വയ്ക്കണം കേട്ടോ. ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ചിക്കൻ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഈ സോയാ സോസിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തീ ഓണാക്കാം. എനിക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കണ്ട കേട്ടോ. ചിക്കൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. ഇത് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം.
അത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്നുള്ള ജ്യൂസ് വരാനുള്ള സമയം കിട്ടില്ല. തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ചിക്കൻ വേവിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇനി ഇത് നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടാട്ടോ ഇത് പരത്തുന്നത്. അല്ലെങ്കിൽ ഒറ്റതായിട്ടും പരത്തിയിട്ട് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക. വെള്ളം കാര്യം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുമ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ അടിയിൽ പിടിക്കണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പൊടി അടിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മളൊരു ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 3 പീസായിട്ട് കട്ട് ചെയ്യാം. ഒരു ഏകദേശം അളവിൽ നമുക്ക് കട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിലും ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 പീസേ കിട്ടുള്ളൂ. ഇതിനെ നമുക്ക് ഒരു 2 പീസാക്കാം. കാരണം പീസിന് അത്യാവശ്യം നല്ല നീളം വേണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ആ ബോക്സിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു 6 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കനം കുറച്ചിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കണം. കഴിഞ്ഞ ദിവസം സമോസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ. കാരണം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് പരത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കനം കുറച്ചിട്ട് അങ്ങോട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഓരോ പീസായിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഓരോ പീസും നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കണം. ഇവിടെയായിരിക്കും നല്ല കനം കുറഞ്ഞിട്ട് കിട്ടുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീളം കിട്ടും. ഇത്രയ്ക്ക് നീളം വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് ബോക്സ് ആക്കിയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ചപ്പാത്തിയുടെ പോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് എടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയ്ക്ക് നമ്മൾ 2 കപ്പ് മാവ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരു 16 ഷീറ്റാട്ടോ എനിക്ക് കിട്ടിയത്. 16 അല്ലെങ്കിൽ ഒരു 20 എണ്ണം വരെ കിട്ടും. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 2 എണ്ണം വേണമല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് പാനിൽ നിർത്ത് മാറ്റുക. അപ്പോൾ ഞാനിത് പാനിൽ നിർത്ത് മാറ്റാണ്. ഇതേപോലെ ആയാൽ മതി. നമ്മൾ വേവിച്ചെടുത്തേക്കണ ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഒന്ന് കറക്കിയാൽ മതി. ഇനി നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തേക്കണ ചിക്കൻ ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് ഇടാം. ഇനി നമ്മൾ ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് മിക്സിയിലിട്ടിട്ട് നിങ്ങൾ കറക്കിയിട്ടിടുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിന് നല്ല തരി പോലെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഒരു ബോൾ പോലെ ഇങ്ങനെ കിടന്നിട്ടാണ്ട് കറങ്ങും. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് വരും. അത്രയ്ക്ക് അങ്ങോട്ട് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർക്കാം. അതൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഈ എല്ലാ സാധനങ്ങളും ഞാൻ കൈ കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. കാരണം സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിലേക്ക് നമ്മൾ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർക്കാം. സവോള ഞാനിവിടെ ചെറിയ സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം കൂടുതൽ സവോള ചേർക്കണ്ട. ഇനി ചീസ് ചേർക്കാം. ചീസ് അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം. കുറച്ച് ചീസ് ഞാൻ ഇതിനകത്ത് നിന്ന് മാറ്റി വയ്ക്കട്ടെ, നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് ചീസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ മുളക് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. കുരുമുളക് പൊടിയും ചേർക്കാം. അത് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്.
ഇനി നമ്മളൊരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മയോനൈസ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതെ, ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ടേബിൾ സ്പൂണിൽ അത്രയ്ക്കാണ്ട് നിറച്ചിട്ട് എടുക്കുമ്പോൾ അത് കറക്റ്റ് ഒരു ടേബിൾ സ്പൂണാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പിന്നെ കറക്റ്റ് ഒരു അളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് മിക്സ് ആവും. ഇപ്പം ഞാനിവിടെ എടുത്തിരുന്ന ചീസ് ഗോട്ടിൻ്റെ ചീസായിരുന്നു. അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ചീസിൽ. പക്ഷേ ഇതിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീസ്. ശരിക്കും ഗോട്ടിൻ്റെ ചീസൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. സാധാരണ ഞാൻ ഗോട്ടിൻ്റെ ചീസ് ഞാൻ വാങ്ങാറില്ല, പക്ഷെ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്ത് ടൈപ്പ് ചീസായിരുന്നാലും കുഴപ്പമില്ല. സാധാരണ ഞാൻ വാങ്ങുന്ന ചീസിൽ അത്രയ്ക്കാണ്ട് ഉപ്പുണ്ടാവാറില്ല, പക്ഷേ ഈ ചീസിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ട്. പിന്നെ മിക്സിങ് ആയിരുന്നാലും വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മൈദ കുറുക്കിയതും വേണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുറുക്കിയിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ എടുക്കണം. ഇത് നമുക്ക് അതിൻ്റെ സൈഡുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ നമുക്കത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ഷീറ്റ് വെച്ചിട്ട് എടുക്കുക. റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ഷീറ്റ് വെച്ചിട്ട് എടുക്കണം. ഒരു ഷീറ്റ് ഇങ്ങനെ വയ്ക്കുക, ഒരു ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക, ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ ഈ 4 സൈഡിൽ നമുക്ക് ഈ മൈദ നമ്മൾ കുറുക്കി വെച്ചിട്ടില്ലേ അതൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ സെൻറ്ററിൽ നമുക്ക് ഫില്ലിങ് വെക്കണം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് കെച്ചപ്പും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കുക. ഫില്ലിങ് വയ്ക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വയ്ക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ്ട് ചൂടാക്കുമ്പോൾ ഈ ചീസ് അങ്ങോട്ട് ഇതിനകത്ത് ഇരുന്നിട്ടാണ്ട് മെൽറ്റായി വരും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇല്ലേ, ഇത് തുടങ്ങണില്ലേ ഇവിടെ, അവിടേക്ക് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അവിടെ ഒട്ടും ഗ്യാപ്പ് വരാണ്ട് നമ്മൾ ഫോൾഡ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ ചെറിയ ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ ഓയിലിൽ മുക്കി പൊരിക്കണില്ല. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യണത്. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് അതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സൈഡും ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഈ സൈഡ് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജ് ഇത്രയ്ക്കാണ്ട് ഭംഗിയില്ല. എഡ്ജ് കുറച്ച് അങ്ങോട്ട് സൈഡിലേക്ക് നീണ്ടുപോയി. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തോളെ. അതേപോലെ തന്നെ ഈ സൈഡ്. ഈ മൈദ കുറുക്കിയത് തേച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് ഇങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ഇതൊരു ബോക്സ് പോലെ ആയിട്ടില്ലേ, ഇതേപോലെ കിട്ടും. ഇനി ഇത് നമ്മൾ മുട്ടയിൽ ഫസ്റ്റ് ഒന്ന് മുക്കും. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്നിട്ടിട്ട് ഒന്ന് റോൾ ചെയ്യും. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 എണ്ണം ഉണ്ടാക്കിയത്. ഇനി ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവ് ബാക്കിയുണ്ട് കേട്ടോ. കാരണം ആ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചില്ലേ അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ പരത്തിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 എണ്ണത്തിനോ കൂടിയിട്ടുള്ളത് കിട്ടും. അപ്പോൾ മസാല ആയിരുന്നാലും ഇത്രയ്ക്ക് ബാക്കിയുണ്ട്. ഇതൊരു 2 എണ്ണത്തിനുള്ളത് ഉണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോണേലുമ്പോൾ ഫസ്റ്റ് മുട്ടയിലൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുക്കുക. മുട്ട ഞാനിവിടെ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ചീസൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസും കൂടിയിട്ട് അതിൻ്റെ മുകളിൽ വരും. ചീസ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അടിയിലേക്കാണ്ട് പോകണ്ട, കാരണം നമുക്ക്
അത്രയ്ക്ക് അങ്ങോട്ട് ബ്രെഡ് ക്രംസ് നമുക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക. ഫസ്റ്റ് ഇത് മുട്ടയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുക. മുട്ടയിൽ ഇട്ട് വയ്ക്കരുത് കേട്ടോ. ഇതെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. അപ്പം നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യാം. അതിങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഈ സൈഡിലേക്ക് ആവണം കേട്ടോ. ഇപ്പോൾ ചീസായിരുന്നാലും കുറച്ചൊക്കെ ഇതുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മെൽറ്റായി വരും. ഇപ്പോൾ തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നീക്കി വയ്ക്കാം. ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് ഇടുക. പിന്നെ ആ ചീസ് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ചേർത്തില്ലേ, അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് വലുതിൽ വെച്ചിട്ട് ഷെഡ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും ചെറുതായിട്ട് ഷെഡ് ചെയ്തിട്ട് ചേർത്തോ ഈ ബ്രെഡ് ക്രംസിൽ ചേർക്കണത്, ഈ ചെറുതിൽ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അതിൻ്റെ മുകളിൽ പിടിച്ചിരിക്കും. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് വയ്ക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. തീ ഒരിത് നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കുക. കാരണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ കുറച്ച് വെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഇനിയിപ്പോൾ തിരിച്ചിടാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അതിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എൻ്റെ ബർണർ വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡും തിരിച്ചിടാം. ഇടയ്ക്ക് നിങ്ങളൊന്ന് തിരിപ്പിച്ച് നോക്കിക്കോ കരിയണോട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ പിടിച്ചിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് വരും. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചൂടെങ്ങനെ അറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. പക്ഷേ ചൂടാറിയാലും ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ആ ചീസൊക്കെയാണ് മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂട്.